അനുഭവമാണ് മുഅ്മിനീങ്ങളെ പറയുന്നത്, അല്ലാതെ വെറുതെ കെട്ടുകഥയല്ല. ഇതിൻ്റെ ഇടക്ക് ഒരു 22 വയസ്സായ പെൺകുട്ടി, അവരുടെ മാതാവ് പിതാവിനെല്ലാം നിൽക്കുള്ള പത്രാസമുണ്ട്, സൂപ്പർ മാർക്കറ്റുണ്ട്, വലിയ ധനികനാണ്. ഒരു ബുദ്ധിമുട്ടും ആ പിതാവിനില്ല. ഏക മകളെ നൽകിയിട്ടുമുള്ളൂ. എല്ലാം ആ മകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പിതാവ്. എന്നിട്ടോ അതേ ഈ 22-ാം വയസ്സിൽ എല്ലാ നിലക്കുള്ള അതേ ഭൗതിക ഇൽമ പഠിച്ചിട്ടുമുണ്ട്. പറഞ്ഞിട്ട് എന്തേ കാര്യം? അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷക്ക് ശിക്ഷ വിധിക്കുമല്ലോ. അവിടെ ധനികനെന്നോ ഫക്കീറെന്നോ ഇല്ല. ദീനെതിരെ പ്രവർത്തിച്ചാൽ, ആലിമാണെങ്കിലും ശരി, സംഘടനാ പ്രവർത്തനമാണെങ്കിലും ശരി, SSF ആണെങ്കിലും ശരി, SYS ആണെങ്കിലും ശരി, മുസ്ലിം ജമാഅത്ത് ആണെങ്കിലും ശരി, അസ്ഹരി സഖാഫി പോലത്താണെങ്കിലും ശരി, ഡോക്ടറാണെങ്കിലും ശരി, എഞ്ചിനീയർ ആണെങ്കിലും ശരി, ഹറാമ് ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് ശിക്ഷ വിധിക്കുക തന്നെ ചെയ്യും. അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയം വേണ്ടതില്ല. എന്നിട്ടോ അതെ ഞാൻ പോയ എൻ്റെ അനുഭവം പറയുകയാണ്. ഒരു മാസം മുമ്പ് അതെ ആ നാടിനെ പറ്റി പറയൊന്നുമില്ല. ഈ മകള് എല്ലാ നിലക്കുള്ള ഹറാമിനെല്ലാ പേർക്കൂട്ടും ചെയ്തു കഴിഞ്ഞു. എന്നിട്ടോ എല്ലാ നിലക്കുള്ള ഫോട്ടോവും നടത്തി. എല്ലാ നിലക്കുള്ള അങ്ങനെ ഇരുന്നിട്ടും മറ്റേ മറിച്ചും ഫോട്ടോവും കഴിഞ്ഞ് നാടൊട്ടാകെ പ്രദർശനം വേറെയും അതും കഴിഞ്ഞതിൻ്റെ ശേഷം അന്നത്തെ രാത്രി ആ കുട്ടി കിടക്കുന്നു. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ നഊദു ബില്ലാഹ്, ആ കുട്ടിക്ക് ബുദ്ധിയില്ല. ആ കുട്ടിക്ക് ബുദ്ധി എടുത്തു കളഞ്ഞു. ഇന്ന് ആ കുട്ടി നടന്ന് കളിക്കുക. ആ മാതാവും പിതാവും റൂം പൂട്ടിയിട്ടാണ് ഇപ്പോൾ ആ കുട്ടീനെ നോക്കുന്ന അവസ്ഥ. അനുഭവം പറയാൻ സ്ഥലമൊന്നും പേരൊന്നും പറയുന്നില്ല, പോയി കാണാം. ഇന്നും ആ സ്ഥലത്ത് ആ കുട്ടിയുണ്ട്. അള്ളാഹു ചെയ്തതിന് റബ്ബ് കൊടുക്കുന്നു. സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ദീനെതിരെ പ്രവർത്തിച്ചപ്പോൾ ആ സമ്പത്ത് മക്കളിലൂടെ അള്ളാഹു പരീക്ഷിക്കലായി. ദുന്യാവിൽ എല്ലാ ഡോക്ടർമാരടുത്തും പോയിട്ട് എന്താന്ന് രോഗം അറിയുന്നില്ല, അവർക്ക് അറിയുന്നില്ല. സ്കാൻ ആകുന്ന 110 സ്കാനും ചെയ്തിന് അതുമില്ല. അതാണ് മുഅ്മിനെ റബ്ബ് അള്ളാഹിനോടെതിരെ പ്രവർത്തിക്കാൻ ഒരു തങ്ങൾക്കും അധികാരം തന്നിട്ടില്ല, ഒരു കുതുബിനും തന്നിട്ടില്ല. ആലോചിക്കണം. അതിലെല്ലാം കണക്കാൻ, മൊയിലാറും കണക്ക്, ഉസ്താദും കണക്ക്, കുത്തുബ എല്ലാം കണക്ക്. എല്ലാത്തിൽ 110 തലയിൽ കെട്ടുണ്ടാവും, 110 ബിരുദം ഉണ്ടാവും, എല്ലാ കുന്തും ഉണ്ട് എനിക്ക്. പറഞ്ഞെന്ത് കാര്യവും? ദീനടിസ്ഥാൻ പ്രവർത്തിക്കാൻ ഒരു നിലക്കും ഈമാനില്ല. നാട്ടു നടത്തിപ്പ് എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ഹറാമിന് കൂട്ടു നിൽക്കല്ലേ.